പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളോടുള്ള അങ്ങയുടെ ബന്ധം? അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ഇരുന്ന് സംസാരിക്കാൻ ഇടവന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രീ എമ്മിൻ്റെ നേതൃത്വം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നിരവധി ചർച്ചകളുണ്ട്. അതിന് രഹസ്യമായിട്ട് ആരോട് പറയരുത് അടുത്ത കാലം വരെ. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ആ ചർച്ച നടന്നത്. അത് ഗുണഫലം കണ്ടതിന് ശേഷം സ്വാഭാവികമായി ആളുകൾ അറിഞ്ഞാൽ മതിയെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഉഭയകക്ഷി ധാരണയുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? അല്ല, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പാർട്ടിയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു, RSS പക്ഷത്തുനിന്ന് RSSൻ്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ശ്രീ എസ് സേതുമാധവനുണ്ട്, പിന്നെ ഗോപാലൻകുട്ടി മാഷുണ്ടായിരുന്നു, അതിൻ്റെ ഫലമുണ്ടായോ? കുമ്മനുണ്ടായിരുന്നു, O രാജേട്ടനുണ്ടായിരുന്നു. പിന്നീട് CPM-ൻ്റെ ഭാഗത്തുനിന്ന് ചർച്ചയിൽ EP-യും അതുപോലെ തന്നെ MV എന്ന മാഷും ഒക്കെ പിന്നീടുത്ത ചർച്ചകളുണ്ടായിരുന്നു. കണ്ണൂരിലെ ചർച്ചകളിൽ P ജയരാജൻ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ നേതാക്കന്മാരെല്ലാവരും MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. നിശ്ചയമായും അതിൻ്റെ ബലം ഉണ്ടായി. ഇതിപ്പോൾ 2-3 വർഷമായോ? അതിപ്പം 2016 തുടങ്ങി, 2014 അവർ അധികാരത്തിൽ വന്നത്. എന്തായാലും 17 മുതൽ തുടങ്ങിയിട്ടുണ്ട് ചർച്ച. തുടർ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് CPM ഒരു സംഘടനാപരമായ തീരുമാനമെടുത്ത്, അതായത് പാർട്ടിയുടെ PBCC, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി ഒക്കെ തീരുമാനമെടുത്തിട്ടാണ് ആ ചർച്ച. പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ട് RSSുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്ന തീരുമാനത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ചർച്ചയാണ്